എതിർത്തതോടുകൂടിയാണ് മൊണാലിസയ്ക്ക് നാടുവിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. മൊണാലിസ ഭോസ്ലെ കാമുകൻ ഫർമാൻ ഖാനൊപ്പമാണ് തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരത്ത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. 1.5 വർഷം മുമ്പ് സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്. അത് പിന്നീട് ഒരു പ്രണയമായി മാറി. പ്രണയത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെയാണ് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് മൊണാലിസ. മഹാരാഷ്ട്ര സ്വദേശിയാണ് ഫർമാൻ ഖാൻ. പക്ഷേ ഇവരുടെ ബന്ധത്തിന് കുടുംബം എതിര് നിന്നതോടെയാണ് ഇവർക്ക് നാടുവിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. താലി ഉൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ചടങ്ങ് നടക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ അവിടേക്ക് എത്തും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. VV അരുൺ അവിടെ നിന്ന് തുടരുന്നുണ്ട്. അരുൺ സൂചിപ്പിച്ചത് ഒരു റിയൽ കേരള സ്റ്റോറി എന്നതിലേക്കാണ്. രാജ്യം മുഴുവൻ ഇനി ഇത് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ കേരളത്തിൽ വിശ്വാസം അർപ്പിച്ച മൊണാലിസയുടെ കല്യാണത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു. താലി ഉൾപ്പെടെ നമുക്കിപ്പോൾ കാണാം. ഈ ക്ഷേത്ര വൈസ് പ്രസിഡന്റ് ആണ്. പേരെന്താ? ജയൻ. ഇത് ഈ മൊണാലിസയ്ക്ക് കെട്ടേണ്ട താലിയാന്ന് തോന്നുന്നു. അതെ. ഇത് അവര് തന്നെ കൊണ്ടുവന്നാണോ? അതെ. പൂജിച്ചതിന് ശേഷം പൂജിച്ച് കെട്ടാണ്. എപ്പോഴാണ് നമ്മൾ അറിഞ്ഞെങ്കിൽ വിവാഹം നടക്കാൻ ഇവിടെ താല്പര്യം അറിയിച്ചവർ? ഉച്ചയ്ക്ക് അറിയിച്ചിരുന്നവര്. 5 മണിക്കാണ് പക നടക്കുന്നത്. മറ്റൊരു മതസ്ഥനാണ് വിവാഹം കഴിക്കുന്നത്. പ്രശ്നമില്ല. നേരത്തെ പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു. എല്ലാ വർഷവും നമ്മുടെ അങ്ങനെ ഒരു അമ്പലമാണ് ഇവിടെ. എന്താണ് ഇവിടുത്തെ ഈ ഒരു ചടങ്ങുകൾ? എന്തൊക്കെ? ബാലാലയ പ്രവേശനം നടത്തിയ അമ്പലമാണ്. അപ്പൊ ഗുരുദേവന്റെ ആശയങ്ങളോട് ഒത്താണ് നമ്മളും നിലകൊള്ളുന്നത്. എന്താണ് ഈ ചടങ്ങുകൾ? ഇനി എന്തൊക്കെയാണ്? താലികെട്ടുണ്ട്, മാലയിടലും, രണ്ടുപേരും മാലയിടുന്നുണ്ട്. പിന്നെ നമ്മുടെ രജിസ്റ്ററിൽ പേരെഴുതിക്കും. അത്ര. പിന്നീട് അത് വാലിഡ് ആവുന്ന എങ്ങനെയായിരിക്കും? അത് രജിസ്റ്റർ ചെയ്യണം. നിയമപ്രകാരം രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യും. തീർച്ചയായിട്ടും. ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ്. എവിടെ? ഫ്രണ്ടിലാണ്. ഫ്രണ്ട് വെച്ച് വിവാഹം നടക്കും അല്ലേ? എല്ലാവരും ഫ്രണ്ടിലോട്ട് വരിക. അതാണ് നേരത്തെ തന്നെ മൊണാലിസ വന്ന ക്ഷേത്രമാണ്. ഇവിടെയാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയാകുന്നത്. ഏതായാലും 5:30യോടുകൂടി ഇവിടെ എത്തും എന്ന പ്രതീക്ഷയാണ്. 5:30യോടുകൂടി ഇവിടെ ഇവർ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ക്ഷേത്ര നട തുറന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ഇതിനുള്ള മറ്റ് ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർണ്ണമാണ്. ക്ഷേത്രത്തിന്റെ പിൻവശമാണ് നമ്മളുള്ളത്. ഇതിന്റെ മുൻവശത്ത് വെച്ച് വിവാഹം നടക്കും. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ ക്ഷേത്രത്തിൽ നേരത്തെയും ഇത്തരം വിവാഹങ്ങൾ നടന്നിരുന്നു. നേരത്തെയും ഇത്തരം വിവാഹങ്ങൾ നടന്നിട്ടുള്ള ക്ഷേത്രമാണ്. ഗുരുദേവൻ ബാലാലയ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. അത് നിർദ്ദേശപ്രകാരം ഇവിടെ ഗുരുദേവ ക്ഷേത്രമൊക്കെ നമുക്ക് കാണാം. ഈ ഒരു തരത്തിലുള്ള ജാതി മതഭേദങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് അരുൾ ചെയ്ത ശ്രീനാരായണ ഗുരു, ആ ഗുരുവിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് ഇത്തരമൊരു വിവാഹം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നേരത്തെയും സമാനമായി ഇവിടെ ഈ വിവാഹം ഇത്തരം മതേതര വിവാഹങ്ങൾ എന്ന് പറയാവുന്ന വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം പ്രസിഡന്റ് എന്ന് പറഞ്ഞതുപോലെ മതവിശ്വാസമൊന്നും ഇവിടെ വിവാഹം കഴിക്കാൻ എത്തുന്നവർക്ക് പ്രശ്നമല്ല. അവർ പ്രായപൂർത്തിയായിരിക്കണം. മറ്റ് രേഖകൾ, നിയമം നിർദ്ദേശിക്കുന്ന രേഖകൾ ഉണ്ടാകണമെന്ന് മാത്രമാണ്. അതിനുശേഷം വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഏതായാലും മൊണാലിസ എന്ന മോനി ഭോസ്ലെയുടെ വിവാഹത്തിനുള്ള ദൃശ്യങ്ങൾ, അതിന്റെ വിവാഹത്തിനുള്ള ഹാരവും മറ്റുമൊക്കെ നമ്മൾ കാണുന്നത്. ഹാരമാണ് നമ്മൾ കാണുന്നത്. ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഹാരം. ഈ ഹാരം അണിഞ്ഞ് മോനി ഭോസ്ലെ എന്ന മൊണാലിസ ഭോസ്ലെ വിവാഹിതയാകും. ലോകപ്രശസ്തയായ ഒരൊറ്റ ചിത്രത്തിലൂടെ, ഒരു ഫോട്ടോയിലൂടെ ലോകപ്രശസ്തയായ മോനി ഭോസ്ലെ, മൊണാലിസ ഭോസ്ലെ വിവാഹിതയാകാൻ പോകുന്നു. അരുമാനൂർ നായനാർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം. അവർക്ക് നേരത്തെ അവർക്ക് അണിയേണ്ട, മൊണാലിസയ്ക്ക് അണിയേണ്ട താലി നമ്മൾ കണ്ടു. ഈ ഹാരമാകും അവർ അണിയുക. ഇതിലൊരു ഹാരമാകും ഫർഹാനെ അണിയിക്കുക. അങ്ങനെയാണ് ഈ വിവാഹത്തിലുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും 5:30യോടുകൂടി വിവാഹം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈയിടെ ക്ഷേത്ര ഭാരവാഹികളുമൊക്കെ ഉണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ വൈകാതെ എത്തിച്ചേരും. മന്ത്രി V ശിവൻകുട്ടിയുണ്ട്. റഹീം MB അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തെപ്പറ്റി മറ്റ് പല പ്രചരണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരും
CPM-നും ഒക്കെ ഇതൊരു അവസരം തന്നെയാണ്. കാരണം കേരളം ഇങ്ങനെ കൂടിയാണ് എന്ന് സ്ഥാപിക്കേണ്ട, കേരള സ്റ്റോറിയിലൊക്കെ വന്ന പ്രചരണം വേറെയാണ്, മറ്റു തരത്തിലാണ്. അതല്ല യഥാർത്ഥ കേരളം ഇങ്ങനെയൊക്കെയാണ്. ആർക്കും വിശ്വസിച്ച് ജീവിക്കാൻ കഴിയുന്ന, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന, ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളമെന്ന ഉള്ള CPM-ന്റെ സർക്കാരിന്റെയൊക്കെ പ്രചരണമുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ മൊണാലിസയും ഒരുപക്ഷെ അത് അറിഞ്ഞ് അത്തരമൊരു പ്രചരണത്തിൽ വിശ്വാസത്തിലാകാൻ ഇവിടെ തന്നെ വിവാഹത്തിന് എത്തിച്ചേർന്നതെന്ന് കൂടി നമ്മൾ കരുതേണ്ടി വരും. ഏതായാലും 5 കൂടി വിവാഹം നടക്കും. അല്പസമയത്തിനകം മൊണാലിസയും വരനുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേരും. രേണുക, തീർച്ചയായും എന്തായാലും കേരളം ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്നതല്ല. കേരളത്തെക്കുറിച്ചുള്ള കേട്ടറിഞ്ഞുള്ള വിശ്വാസം അത് മൊണാലിസയെയും കാമുകനെയും ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. എവിടെയും ചെന്നാൽ തങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കില്ല എന്ന ബോധ്യത്തിലാണ് മൊണാലിസ കേരളം തെരഞ്ഞെടുത്തത് എന്നതാണ് മനസ്സിലാകുന്നത്. താൻ സ്നേഹിക്കുന്ന പുരുഷനൊപ്പം കേരളത്തിലേക്ക് എത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ ആദ്യം എത്തുമ്പോൾ പോലീസുകാർക്ക് മൊണാലിസയെ മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് അവർ ആരാണ് എന്താണ് എന്നത് വ്യക്തമാവുകയും പിന്നീട് സ്നേഹിക്കുന്ന പുരുഷനൊപ്പം പോകാൻ അനുവദിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിൽ വെച്ച് തന്നെ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുന്നത്. മൊണാലിസയെ ചാർത്താനുള്ള താലിയാണ് നമ്മൾ കാണുന്നത്. അത് മൊണാലിസയും കാമുകനും തന്നെ വാങ്ങിയതാണ്. അവർ അവിടെ ഏൽപ്പിച്ചതാണ്, പൂജയ്ക്ക് ഏൽപ്പിച്ചതാണ്. അത് പൂജിച്ചതിന് ശേഷം ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വിവാഹം നടക്കും. അതിനുശേഷം ഒരുപക്ഷെ മൊണാലിസ മാധ്യമങ്ങളോട് സംസാരിക്കുമായിരിക്കും. എന്തായാലും മാധ്യമങ്ങളുടെ വലിയൊരു നിര തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വളരെ വൈറലായ ഒരു താരമാണ് മൊണാലിസ. ഒരൊറ്റ ചിത്രത്തിലൂടെ തന്നെ ഇന്ത്യയിലെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച വ്യക്തിയാണ് മൊണാലിസ. അതിനുശേഷം ചില സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണ് മൊണാലിസ. പക്ഷേ 1.5 വർഷം മുൻപ് ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവ് മഹാരാഷ്ട്രക്കാരനായ യുവാവാണ്. അയാളുമായി പ്രണയത്തിലാകുന്നു. ഇവരുടെ ബന്ധം വീട്ടിൽ എതിർക്കുന്നു. അതിനെ തുടർന്നാണ് മൊണാലിസയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ അഭയം തേടേണ്ടി വന്നിരിക്കുന്നത്. പ്രായപൂർത്തിയായ 2 പേരാണ്. അവർക്ക് നിയമപരമായി യാതൊരു തടസ്സങ്ങളുമില്ല വിവാഹത്തിന്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളം അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതും അവരുടെ വിവാഹത്തിന് ആതിഥ്യം അരുളാൻ ഒരുങ്ങുന്നതും. ഇപ്പോൾ CPM-ന്റെ തന്നെ സംസ്ഥാന സെക്രട്ടറി, മറ്റ് പ്രമുഖ നേതാക്കളൊക്കെ അവിടേക്ക് എത്തും എന്നതാണ് മനസ്സിലാകുന്നത്. VV അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ A റഹീം MP, മന്ത്രി V ശിവൻകുട്ടി തുടങ്ങിയവർ അവിടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാകുന്നു. അവരുടെ കൂടി സാന്നിധ്യത്തിലാകും ഈ വിവാഹ ചടങ്ങുകൾ നടക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. ഇതാണ് യഥാർത്ഥ കേരളം എന്ന ഒരു സന്ദേശം ലോകത്തിനാകെ, രാജ്യത്തിനാകെ നൽകുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. കേരളത്തിലെത്തിയാൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന ബോധ്യമാണ് മധ്യപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് എത്താൻ മൊണാലിസയെയും അവർ പ്രണയിക്കുന്ന പുരുഷനെയും ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്ന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.